PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 21 2025 PSC നടത്തിയിട്ടുള്ള ഓഫീസ് അറ്റൻഡൻറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള PSC ലോക്കൽ ഫണ്ട് ഓഡിറ്റ് അങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് PSC നടത്തിയിട്ടുള്ള ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാറ്റഗറി കോഡ് 587/2023 അപ്പോൾ ഈ ഫൈനൽ ആൻസർ കീ പ്രകാരം എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 54/2025 M ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ, അപ്പോൾ ആദ്യം ഞാൻ D ആൽഫ കോഡിൽ പരീക്ഷ എഴുതിയവരുടെ ചേഞ്ചസ് വായിക്കാം. അപ്പോൾ 1 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് യാതൊരു ചേഞ്ചും ഇല്ല. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം എന്നാണ് എന്നുള്ള ക്വസ്റ്റ്യൻ അത് ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട് 8ാമത്തെ. പിന്നെ 9, 10 ഒന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല. അങ്ങനെ 16, 17 ഇതൊന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല. അങ്ങനെ വന്ന് 42 വരെ യാതൊരു ചേഞ്ചും പിന്നെ ഇല്ല. പിന്നെ 43ാമത്തെ ക്വസ്റ്റ്യൻ, മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. അത് ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 43ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 44 മുതൽ ചേഞ്ച് ഇല്ല, 59 വരെ. അത് കഴിഞ്ഞ് 59 വരെ ചേഞ്ച് ഇല്ല. പിന്നെ 60ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, അതായത് 60ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ അത് B ആയിരുന്നു പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ശരിയായിരുന്നത്. അതിപ്പോൾ 1, 2, 3, 4, 5 എല്ലാം ശരിയാണെന്നാണ് പറയണത്. അതായത് D ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ D ആണ് ചേഞ്ച് വരുത്തിയിട്ടുള്ള ഉത്തരം ഫൈനൽ ആൻസർ കീയിൽ. പിന്നെ 61 മുതൽ 73 വരെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. പിന്നെ 74ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വികരണത്തിൻ്റെ നീളം 18 സെൻറ്റിമീറ്ററും അതിൻ്റെ പരപ്പളവ് 216 സെൻറ്റിമീറ്റർ സ്ക്വയറും ആയാൽ രണ്ടാമത്തെ വികരണത്തിൻ്റെ നീളം എത്രയായിരിക്കും? ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട് 74ാമത്തെ. പിന്നെ അങ്ങനെ വന്ന് 91 വരെ ചേഞ്ച് വരുത്തിയിട്ടില്ല. പിന്നെ 92ാമത്തെ ആൻസർ, മഹോന്നതം പിരിച്ചെഴുതിയാൽ എന്നുള്ളത് മഹത്ത് പ്ലസ് ഉന്നതമായിരുന്നു പ്രൊവിഷണൽ തന്നതെങ്കിൽ ഇപ്പോൾ D ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ മഹ പ്ലസ് ഉന്നതം എന്നുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ D ആക്കി ചേഞ്ച് ചെയ്തു. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ഡിലീറ്റഡും ആക്കിയിട്ടുണ്ട്, 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ചേഞ്ചും വരുത്തിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ആൻസർ കീയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിൻ്റെ മൂല്യനിർണ്ണയം അല്ലെങ്കിൽ വാല്യുവേഷൻ നടക്കുന്നത് 97 മാർക്കിലായിരിക്കും. ഇനി B ആൽഫ കോഡ് എഴുതിയവർക്ക് ഇതിൽ ഏതൊക്കെ ചേഞ്ച് ആണെന്ന് വെച്ചാൽ 12ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്, 46 ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 63 ഓപ്ഷൻ D ആയിട്ട് ചേഞ്ച് ചെയ്തു, 72 ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 100ാമത്തേൻ്റെ ആൻസർ D ആക്കി ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇനി C ആൽഫ കോഡിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് 11ാമത്തെ ക്വസ്റ്റ്യനും 45ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 62ാമത്തെ ആൻസർ D ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 80ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 98ാമത്തേൻ്റെ ഓപ്ഷൻ D ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി D ആൽഫ കോഡിൽ പരീക്ഷ എഴുതിയവർക്കാണെങ്കിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. പിന്നെ 61ാമത്തേൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ മാറ്റി D ആക്കിയിട്ടുണ്ട്. 78ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. പിന്നെ 96ാമത്തെ ഓപ്ഷൻ D ആക്കിയിട്ട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം 3 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കുകയും 2 ക്വസ്റ്റ്യൻ്റെ ഉത്തരം തിരുത്തുകയും, അതായത് ഓപ്ഷൻ ചേഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 ക്വസ്റ്റ്യൻ മൊത്തം ഡിലീറ്റഡ് ആണ്. അപ്പോൾ 97ലാണ് ഇനി ഇതിൻ്റെ മൂല്യനിർണ്ണയം നടക്കുക. 2 ക്വസ്റ്റ്യൻ പിന്നെ ഓപ്ഷൻ ചേഞ്ച് ചെയ്താണല്ലോ, അപ്പോൾ അത് നമുക്ക് ഇതിൽ കണക്കിൽ കൂട്ടാമല്ലോ. അപ്പോൾ ഓക്കെ, ഇത്ര ചേഞ്ചസ് ആണ് ഫൈനൽ ആൻസർ കീയിൽ PSC വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ചേഞ്ച് വന്നതിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ മാർക്കിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും.
അതായത് പ്രൊവിഷണലിന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച മാർക്കിനേക്കാൾ വ്യത്യാസം ഫൈനലിൽ വന്നപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ടാവും. ആ ചേഞ്ച് വന്നവർ നിങ്ങളുടെ പുതിയ മാർക്ക് മനസ്സിലാക്കി പറ്റുമെങ്കിൽ കമൻസിലിടുക. ഓക്കെ, താങ്ക് യു.